കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. പരസ്പരം ഇഷ്ടത്തോടെ നടക്കുന്ന കല്യാണങ്ങൾ നമ്മുടെ നാട്ടിൽ അപൂർവമാണെന്നറിയാലോ. അപരിചിതരായ രണ്ട് മനുഷ്യർ പെട്ടെന്നൊരു ദിവസം കണ്ടുമുട്ടി വിവാഹം കഴിക്കുന്നു. സാവകാശം അവർ സ്നേഹിക്കാനോ വെറുക്കാനോ തുടങ്ങുന്നു. രണ്ടായാലും ഒരു ഉറച്ച ബന്ധം ഉണ്ടാവുന്നുണ്ട്. ഈ കേസിൽ നമുക്ക് രണ്ടാൾക്കും ഇഷ്ടമില്ലായിരുന്നു. വിവാഹത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി. എന്നാൽ ഗോപിക ഇപ്പോഴും ആ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. നമ്മുടെ വിവാഹം പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കാനാകില്ല. നമുക്ക് ചുറ്റും നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഈ കല്യാണം നടന്നേ തീരൂ. മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്ന ആളാണോ ആകാശ്? അതല്ല, സമ്മതിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ കല്യാണത്തിന് നിന്നു കൊടുക്കുന്നു എന്നായിരിക്കും. അതെൻ്റെ ഒരു സ്വാർത്ഥത തന്നെയായിരുന്നു. 25 വർഷമായി പിരിഞ്ഞു നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുവാൻ വേണ്ടി ഈ കല്യാണത്തിന് ഞാൻ വഴങ്ങുകയായിരുന്നു. എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. എന്നിരുന്നാലും ഗോപിയോട് എനിക്ക് അനിഷ്ടമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാലും നല്ലൊരു ഫ്രണ്ടായി തന്നെ ഞാൻ കണ്ടോളാം. ഞാൻ വാക്ക് തരുന്നു. വാക്കോ? അതിനെന്തെങ്കിലും വിലയുണ്ടോ? ഓ, എന്നെ ഒന്ന് കുത്തിയതാണല്ലേ. ഈ ഒരു ഉറപ്പിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. ഗോപിയയ്ക്ക് മാനസികമായി ഒരലട്ടലും ഉണ്ടാക്കാത്ത നല്ലൊരു ഫ്രണ്ടായി ഞാൻ കഴിഞ്ഞോളാം. എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരേ ഒരു സ്നേഹിതനെ ഉണ്ടായിട്ടുള്ളൂ. അത് അച്ചുവാണ്. അച്ചു ഇന്നും എന്റെ കൂടെ ഉണ്ട്, അറിയാലോ. ഓ, മനസ്സിലായി. മറ്റൊരു ഫ്രണ്ടിനെ ഗോപിയയ്ക്ക് ആവശ്യമില്ലെന്ന്. അപ്പോ എന്നെ അംഗീകരിക്കാൻ ഗോപിയയ്ക്ക് ഒരിക്കലും കഴിയില്ലെന്നാണോ? എന്തോ എനിക്കൊന്നും അറിയില്ല, ഒന്നും. പക്ഷെ ഗോപിക, പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്. എങ്കിൽ പിന്നെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. വരൂ, നമുക്ക് പോവാം. ഹലോ ഡോക്ടർ, എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരുവിധം പൂർത്തിയായി. ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്താ ഡോക്ടർ? രാത്രി ഗോപിക എന്നെ വിളിച്ചിരുന്നു. സംസാരത്തിൽ ശകലം വിഷാദമുള്ളതുപോലെ തോന്നി. എപ്പോഴും ചിന്തയിലാണെന്ന് കാവ്യയും പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഗോപികയ്ക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം. ജയമോഹന്റെ അഭിപ്രായം എന്താ? അതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ. മാറിയ സാഹചര്യമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഗോപികയ്ക്കുണ്ട്. അത് മെല്ലെ ശരിയായിക്കോളൂ എന്നാണ് എന്റെ വിശ്വാസം. ഓ, എങ്കിൽ പിന്നെ കാര്യമൊക്കെണ്ട, നമുക്കത് വിട്ടുകളയാം. ആ ആട്ടെ, ആകാശ് എന്ത് പറയുന്നു? ഗോപികയുടെ മാനസികാവസ്ഥയിൽ അവനും ചെറിയൊരു വല്ലായികയുണ്ട്. പക്ഷേ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നത്തിങ് ടു വറി. ഓക്കെ ഡോക്ടർ. ഹലോ. കൊള്ളാം, നല്ലയാളാ. ഓഫീസിൽ കുത്തിയിരിപ്പാണോ? പിന്നെ ജോലി ചെയ്തെങ്ങനെയാ? ഇതെന്തൊരു മനുഷ്യനാ. മറ്റന്നാളല്ലേ പെങ്ങളുടെ കല്യാണം. ആങ്ങളെ ഓഫീസിൽ ചടഞ്ഞിരിക്കാന്ന് വെച്ചാ കഷ്ടാ. അതിനെല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞില്ലേ, പിന്നെന്താ? അപ്പൊ വീട്ടിൽ ആണുങ്ങൾ വേണ്ടെന്നാണോ? ഗസ്റ്റ് ആരെങ്കിലും വന്നാ എന്ത് ചെയ്യും? ഒരാളും വരില്ല, നീ ധൈര്യമായിട്ടിരിക്കെ. ദേ, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഗോപിയുടെ മൂടത്ര ശരിയല്ല. ആ, എന്തു പറ്റി? അവള് തീരെ മിണ്ടുന്നില്ല. വല്ലാത്ത വിഷാദം. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാ. ഉടനെ വരില്ലേ? ആ, വരാം. ശരി. ആകാശ്, 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 എടാ വാതിൽ തുറക്ക്. എന്തു വേണം? നല്ലയാളാ. നാളെ കല്യാണമായിട്ട് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുകയാണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? നീയൊന്ന് പുറത്തേക്ക് ഇറങ്ങ്. ഗസ്റ്റുകളൊക്കെ വരാറായി. നീയൊരു മണവാളൻ ചെറുക്കനാ. കുറച്ച് ചിയർഫുൾ ആയിട്ടൊക്കെ ഇരിക്കണം. എന്താ മനസ്മൃതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
എന്റെ അമ്മോ, ഗൗരവത്തിലാണല്ലോ. ദേ, ഇവിടെ ഒരു പെൺകുട്ടി കയറി വരികയാണ്. നിന്റെ മുൻകോപം എടുത്തടിച്ച് പെരുമാറ്റവും ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഉപദേശത്തിന് നന്ദി. പരിഹസിക്കൊന്നും വേണ്ട. നിന്നെ എങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. നാളെ മുതൽ നീ ഗൃഹസ്ഥനാവുകയാണ്. നിന്റെ ഓരോ നീക്കങ്ങളും തീരുമാനങ്ങളും ശ്രദ്ധിച്ചു വേണം. കുടുംബം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അമ്മ തന്നെ ഇത് പറയണം. കുടുംബത്തെ ഇത്രയ്ക്ക് അവഗണിച്ചൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല. അതൊന്നും മറക്കാൻ നിനക്ക് സാധിക്കില്ലേ മോനെ? അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ഛനുമായി അമ്മ യോജിച്ചത് സ്വന്തം ഇഷ്ടത്താലാണോ? അല്ലല്ലോ. നിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി മകനായ ഞാൻ വലിയ വിലയെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ജീവിതം തന്നെ. എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിനാണ് ഞാൻ സമ്മതം മൂടിയത്. എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാലോ? ഈ കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി. അതാ പറഞ്ഞത് എനിക്ക് ഈ വക ഉപദേശങ്ങളൊന്നും വേണ്ടെന്ന്. അമ്മയെപ്പോലൊരാൾ ഒരിക്കലും ഇങ്ങനൊരു വേഷം കെട്ടേണ്ട കാര്യമില്ല. മോനെ, നീ പറയുന്നതൊക്കെ ശരിയാണ്. തെറ്റമ്മയുടെ ഭാഗത്താ. എന്റെ മോനെല്ലാം മറക്ക്. പറഞ്ഞല്ലോ, മറക്കാൻ ശ്രമിക്കാം. ഇപ്പം അമ്മ പൊയ്ക്കോ. കുറച്ചു നേരം ഞാൻ തനിച്ചിരിക്കട്ടെ. ഇന്ന് 2 കാര്യങ്ങളെ നീ ചെയ്തിട്ടുള്ളൂ: ഉറക്കവും ഈ ആലോചനയും. സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ചേച്ചി പോയ എനിക്ക് കിടന്നുറങ്ങായിരുന്നു. ഓ, അപ്പൊ ഞാനാണ് നിന്റെ തലവേദന. എടി പെണ്ണേ, എന്തിനാ ഇങ്ങനെ കല്ല് വെച്ച് നുണ പറയുന്നേ? പകല് 3 മണിക്കൂറാ നീ ഇന്ന് കിടന്നുറങ്ങിയത്, അറിയോ? പക്ഷെ ഇപ്പൊ മണി എത്ര ആയിന്ന് നോക്ക്. ഓ, 12:30 ഞാനത് അറിഞ്ഞില്ല. ചേച്ചി ഒന്ന് പോയേ, എനിക്ക് കിടന്നുറങ്ങണം. ശരി, ഞാനായിട്ട് നിന്റെ ഉറക്കം കളയുന്നില്ല. പിന്നെ കല്യാണ പന്തലിൽ പെണ്ണിന്റെ മുഖം ഉറക്കം തൂങ്ങിയിരിക്കുന്നത് നല്ലതല്ല. മോള് കിടന്നോ. ഗുഡ് നൈറ്റ്. ഈ ഒരൊറ്റ ചരടുകൊണ്ട് നീ എനിക്ക് സ്വന്തമായി. പക്ഷേ നമുക്കധികം സമയമില്ലല്ലോ ഗോപി. ആര് പറഞ്ഞ സമയമില്ലെന്ന് നോക്ക്. 100 വയസ്സ് വരെ നമ്മൾ ജീവിക്കും. ഇനി 80 വർഷത്തിലേറെ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെന്തിനാ തിരക്ക് കൂട്ടുന്നത്? 80 അല്ല, 80 ലക്ഷം വർഷം നിന്നോടൊന്നിച്ച് കഴിയണം തന്നെ ആഗ്രഹം. പക്ഷേ
പക്ഷേ ഇടയിലും മരണം കയറി വന്ന് വിള കുതിക്കളയൊന്ന് പേടിയുണ്ടോ? എനിക്കിനി അധികം നാളുകളില്ലെന്ന് തീർച്ചയായ ദിവസം ഇപ്പോഴെനിക്കറിയില്ല അച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന്. ഏതോ ഒരു ശക്തി പിടിച്ചു വലിച്ചതുപോലെ എന്നെ ഇവിടെ എത്തിച്ചു. മരിക്കുന്നതിലായിരുന്നില്ല ദുഃഖം. അച്ചുവിനെ ഏട്ടനെയൊക്കെ പിരിഞ്ഞ് എങ്ങനെ പോകുമെന്നോർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഇതുപോലൊരു അസ്തമയമായിരുന്നു. പെട്ടെന്ന് ആരോ മാറിൽ ചേർക്കുന്ന പോലെ തോന്നി. അമ്മയുടെ സാന്ത്വനം പോലെ. ഞാൻ അറിയാതെ ഒരുപാട് കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടേയില്ല. അന്ന് ഈ അമ്മ എൻ്റെ അരികിലുള്ളതുപോലെ തോന്നി. എനിക്കിനി അധികം നാളുകളില്ല. അതറിഞ്ഞിട്ടും അച്ഛൻ എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ? മതി, ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഒരിക്കലും. ഇയാൾ എന്തൊരു സെന്റിമെന്റല്ല. എന്താ മരണത്തെക്കുറിച്ച് പറഞ്ഞാ പേടിയാ? ഞാൻ ആദ്യം പോയേ മതിയാവൂ. നീ ആദ്യം പോയാ എന്റെ ഹൃദയം നിന്റെ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോ ഞാൻ ആദ്യം പോകുന്നെന്ന് കരുതുക, അപ്പോഴും എന്റെ ഹൃദയം ഈ ഗോപിയോടൊപ്പം തന്നെ ഉണ്ടാവും. ഗോപി, 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 ഗോപി. ഗോപി, ഗോപി, ഒന്ന് വേഗം വാ. അച്ചു,
ആഹാ, ഉമ്മ റെഡിയായി കഴിഞ്ഞല്ലോ. ചായ ആയിട്ട് വിളിക്കാന്ന് കരുതിയിരിക്കായിരുന്നു. എവിടെ നമ്മുടെ മണവാട്ടി? പുള്ളിക്കാരി ഇനിയും എഴുന്നേറ്റിട്ടില്ല. അതെന്താ? സാധാരണ ഗോപി വെളുപ്പിന് എഴുന്നേക്കുന്നതാണല്ലോ. ചിലപ്പോ രാത്രി ഉറങ്ങിയപ്പോ വൈകി കാണും. ആ, എന്തായാലും ഇനി വൈകണ്ട, വേഗം വിളിച്ചുണർത്ത്. എന്നിട്ട് രണ്ടാളും കുളിച്ച് അമ്പലത്തിൽ പോവാൻ നോക്ക്. ശരി ഉമ്മ. ആ. ഗോപി, 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 എന്തൊരു ഉറക്കം ഇത്? ഗോപി, 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 ഈ കുട്ടികൾ എവിടെ പോയി? ഗോപി, 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 ഇവിടെങ്ങും ഇല്ലല്ലോ. ഗോപി, ഗോപി, മോളെ ഗോപി, ഗോപി, ഗോപി. എന്താ മോളെ? ഗോപി എവിടെങ്ങും കാണുന്നില്ലമ്മ. കാണുന്നില്ലേ? അവൾ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. മോളെ ഗോപി, ഗോപിക്കുട്ടാ, ഗോപി, ഗോപി, മോളെ ഗോപി, ഗോപി, മോളെ, ഈശ്വരാ, ഈ കുട്ടി എവിടെ പോയി? ഗോപിക്കുട്ടാ, ഗോപി, 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 എന്റെ ഈശ്വരാ. മോളെ ചേട്ടാ, ചേട്ടാ ഗോപിയെ കാണുന്നില്ല. കാണുന്നില്ല. എവിടെ പോയി? അറിയില്ല, ഇവിടെങ്ങും കാണുന്നില്ല. ഗോപി, ഗോപിക്കുട്ടാ, ഗോപി, മോളെ, മോളെ ഗോപി, എന്റെ മോളെ എവിടെ പോയി? ഗോപി, ഗോപി, ഗോപിക്കുട്ടാ, ഗോപി, പോയി. ഗോപി, മോളെ ഗോപി, 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 ഗോപി കുട്ടാ, മോളെ ഗോപി, ഗോപി, ഗോപിക്കുട്ടാ, ഗോപി, 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 മോളെ ഗോപി, 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 ഗോപിക്കുട്ടാ, മോളെ ഗോപി, ഗോപി. ദൈവമേ, ഈ മോളെ ഇത് എവിടെ പോയി? ഹലോ. യെസ്. ഹലോ.
ഭൂമി സന്ദർശിച്ച് മടങ്ങിപ്പോകുന്ന ദേവപുഷ്പമാണ് മന്ദാരം. അച്ചുവിനെയും ഗോപിയെയും പോലെ.